ശ്യാമേ, നാട്ടിലെ പാവപ്പെട്ട പയ്യൻ, ഈ ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ വന്നിട്ട് ഈ പാവം പിടിച്ച പയ്യന് വീട് വെച്ച് കൊടുത്തു. തീരെ കഷ്ടപ്പാടാണ്. അങ്ങനെ വീടൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണ്, കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് കഥ മാറുന്നത്. ഈ പയ്യൻ ഇടുന്നത് 17,000 രൂപയുടെ ഷൂസാണ്, 14 ലക്ഷത്തിൻ്റെ കാറാണ്. ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പം ആൽവിൻ എന്നാണ് പയ്യൻ്റെ പേര്. സന്നദ്ധ പ്രവർത്തകർ വീട് വെച്ച് കൊടുത്ത നാട്ടിലെ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിലുള്ള പയ്യൻ. നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ, എങ്ങനെയാണോ ഒരു സിനിമാ കഥ എന്നതുപോലെയാണ് ആൽവിൻ്റെ ജീവിതം. അപ്പോൾ ഞാനത് കൂടുതൽ പറയുന്നില്ല. എന്താണ് ആൽവിൻ്റെ കഥ? ഒരു സിനിമയ്ക്ക് പറ്റിയ കഥയാണ്. അതെ, ഒരു സിനിമ സ്റ്റൈലിൽ സ്ക്രിപ്റ്റ് എഴുതിയെടുക്കാൻ പറ്റുന്ന, സ്ക്രിപ്റ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ അഡ്വഞ്ചറായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇയാൾ തൃശ്ശൂർ മനക്കൊടി സ്വദേശിയാണ്. ആൽവിൻ എന്നാണ് പേര്. ആൽവിൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണെന്നാണ് നാട്ടിലെ എല്ലാവരുടെയും അറിവ്. ബംഗളൂരിലാണ് പഠിക്കുന്നത്. ബംഗളൂരിൽ പഠിക്കുന്ന കോളേജിൻ്റെ ഐ ഡി കാർഡും ഉണ്ട്. അതിട്ടുകൊണ്ടിരിക്കുന്ന യൂണിഫോം, അവിടുത്തെ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസും ആൽവിൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന സാധനം. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇയാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ ആ കോളേജിന് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കുന്നതായിട്ട് അറിയത്തുപോലുമില്ല. പിന്നെ എങ്ങനെ ആ കോളേജിൻ്റെ യൂണിഫോം ഇയാൾ അണിഞ്ഞു എന്നുള്ളതാണ് ബാക്കിയുള്ളൊരു ചോദ്യം. എങ്ങനെ അവരുടെ ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ പറ്റുകയും അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. അതായത് നാടിനെ മാത്രമല്ല, കോളേജിനെയും ആൽവിൻ കബളിപ്പിച്ചു. ആൽവിൻ്റെ പരിപാടി MDMA ബിസിനസ്സായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആൽവിൻ റിച്ചായി മാറി. അതിന് നാട്ടിൽ ആൽവിൻ കൊടുത്തിരിക്കുന്ന, നെടുവഴിയിൽ പറഞ്ഞിരിക്കുന്ന, മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്, ബംഗളൂരുവിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു വലിയ ഹോട്ടലിൽ പാർട്ട് ടൈമായിട്ട് ജോലിയുണ്ട്. പാർട്ട് ടൈമായിട്ട് ജോലിയുള്ളപ്പോൾ നല്ല ടിപ്പ് ലഭിക്കും. അതാണ് എന്നാണ് പറയുന്നത്. ചിലരോട് പറഞ്ഞിരിക്കുന്നത് ഈ വാഹനമൊന്നും തൻ്റെ അല്ല, ഈ വാഹനമൊക്കെ സുഹൃത്തുക്കളുടേതാണ്, അത് സുഹൃത്തുക്കളുടെ വാഹനം താൻ കൊണ്ടുവരുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വണ്ടിയാണ് ഒരെണ്ണം, പിന്നെ ഒരു 2 വീലർ. ഇത് രണ്ടുമാണ് നിലവിൽ സ്വന്തമായിട്ടുള്ളത്. അപ്പം ഇയാൾ ഈ നെടുപുഴ കേന്ദ്രീകരിച്ച് നെടുപുഴ പോലീസിന് ഒരു ദിവസം, അതായത് മാർച്ച് 7-ന് നെടുപുഴ പോലീസിന് ഒരു വിവരം ലഭിച്ചു. നെടുപുഴയിലെ ഒരു വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള MDMA കച്ചവടം ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് നെടുപുഴ പോലീസിന് ലഭിച്ച വിവരം. അപ്പോൾ പോലീസ് കിട്ടിയ വിവരമാണല്ലോ. പോലീസിന് കിട്ടിയ വിവരം എന്തായാലും പോലീസ് ക്രോസ് ചെക്ക് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞാലും, ഇപ്പം ഞാൻ വിളിച്ച് കുണ്ട്ര പോലീസിനോട് പറയുന്നു ജോണേട്ടൻ്റെ വീട്ടിൽ MDMA കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല, അവരിത് ക്രോസ് ചെക്ക് ചെയ്യും. ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്, ജോണേട്ടൻ എന്താണ് ജോലി എന്നുള്ളത് അവരന്വേഷിക്കും. അന്വേഷിച്ച ശേഷം മാത്രമേ, ഇപ്പം അസാധാരണമായിട്ടുള്ള പ്രവർത്തികളാണ് ജോണേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ തേടി വന്ന് നോക്കും. അല്ലെങ്കിൽ പോലീസ് മഫ്തിയിൽ ഇറങ്ങി പിന്നെ ഇത് അന്വേഷിക്കും, വീട് നിരീക്ഷണത്തിലാക്കും. അതെന്ത് ഇനിയിപ്പോൾ ആരെ പറ്റി വിളിച്ചു പറഞ്ഞാലും അവരാദ്യം ക്രോസ് ചെക്ക് ചെയ്യും, ഈ വ്യക്തി ആരാണ് എന്ന് വിചാരിച്ച്. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന എൻ്റെ നമ്പർ ഒരു ട്രേസ് ചെയ്യും. ഞാൻ ഇങ്ങനെയുള്ള വികൃതികളുള്ള ആളാണെന്ന് പോലീസ് ലിസ്റ്റിൽപ്പെടുത്തും. അപ്പോൾ പോലീസ് ഈ വീട് ആരുടേതാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ വീട്ടിൽ വന്നു പോകുന്നവരെ സംബന്ധിച്ച് നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പിന്നെന്താ അടുത്ത ആക്ഷൻ? പോലീസ് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത, പോലീസ് പിൻഭാഗത്തും പോയി നിൽക്കും, മുൻവാതിലും പോയി നിൽക്കും. അതായത് മുൻവാതിൽ കൊട്ടുമ്പോൾ പിൻവാതിൽ വഴി ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങി ഓടി അവനെ പിടിക്കാനാണ് അങ്ങനെ നിൽക്കുന്നത് പോലീസ്. അപ്പം കോളിംഗ് ബെൽ അമർത്തി, ഇങ്ങനെയുള്ള വീടുകളുടെ ഒരു പ്രത്യേകത, ഇവന്മാർ വെളിയിലുള്ള ഭാഗം നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥലം ഇട്ടിരിക്കും. മരുത് ജനലിൽ കൂടി കണ്ടപ്പോൾ ഈ ആൽവിനും ഒരു അബിൻ ടോണി ഇവന്മാർ പിൻവാതിൽ തുറന്ന് ഇറങ്ങി ഓടിയപ്പോൾ വെളിയിൽ പോലീസുകാർ നിൽക്കുകയാണല്ലോ. ഇവന്മാരെ കയറി പിടിക്കാൻ നേരത്തെ ഇവന്മാർ ഈ സിനിമാ സ്റ്റൈലിൽ ചാടി ചവിട്ടിക്കൊണ്ടാണ് ഇറങ്ങിയത്. അതായത് ഇവന്മാർക്ക് അവിടെയും പോലീസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. ആ നിന്ന പോലീസുകാരെ ചവിട്ടി തള്ളിയിട്ട് ഇവന്മാർ ഓടിക്കളഞ്ഞു.
പക്ഷെ 3 പേർക്ക് ഓടാൻ പറ്റിയില്ല. അവന്മാരുടെ പേര് ഒരു അരുണിൻ്റെ സഹോദരൻ അലൻ, പിന്നെ ഇവരുടെ ഒരു കൂട്ടുകാരൻ ആഞ്ജനേയൻ. ഇത്രയും പേര് പിടിക്കപ്പെട്ടു ഈ വീടിനകത്ത്. ഇവർ പിടിക്കപ്പെടാനുള്ള കാരണം പോലീസ് ചെല്ലുന്ന സമയത്ത് ഈ 3 പേരും MDMA പാക്കറ്റുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് 70 ഗ്രാം MDMA നെടുപുഴ പോലീസ് പിടിച്ചെടുത്തു. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നും ഒരു 4 കിലോ കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. ഈ അബിൻ ടോണിയും അലനും അവിടെ നിന്ന് കടന്നു കളഞ്ഞത് മാത്രമല്ല, ഇവന്മാർ ഓട്ടത്തിനിടയിൽ സിം ഒടിച്ചു കളഞ്ഞിട്ട് ഇവന്മാർ അവിടെ നിന്ന് സ്ഥലം വിട്ട അവന്മാരെ പിന്നെ അവന്മാർ പൊങ്ങുന്നത് ദില്ലിയിലാണ്. ദില്ലി പോയിട്ട് അവന്മാർ അടിക്കടി ഇതിൻ്റെ സിമ്മ് മാറിക്കൊണ്ടിരുന്നു. പക്ഷേ സിമ്മ് മാറിയാലും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ നമ്പർ വെച്ചിട്ട് പോലീസ് ഏത് സിം അതിനകത്തിട്ടാലും ആ നമ്പർ പോലീസിന് കിട്ടും. അത് ഈ ആദ്യഘട്ടത്തിൽ ഇവന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവന്മാർ ദില്ലിയിലുള്ളതെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവന്മാർ അവിടെ നിന്ന് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തൃശ്ശൂരേക്ക് ട്രെയിൻ കയറിയപ്പോൾ പോലീസിന് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ട്രെയിനാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ പോലീസിന് എളുപ്പത്തിൽ അത് ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒന്നീ ബൈ റോഡാണോ ട്രെയിനാണോ എന്നുള്ളത് പോലീസിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം എല്ലാം പറഞ്ഞു കൊടുത്താൽ ശരിയാവത്തില്ല. അങ്ങനെ ഇവർ വന്ന് തൃശ്ശൂർ വന്നിറങ്ങി, ഈ അബിൻ ടോണിയും അലനും. പോലീസ് അവിടെ വെയിറ്റ് ചെയ്തു. പോലീസ് ഇതിന് മുമ്പ് തന്നെ തൃശ്ശൂരിന് മുമ്പ് തന്നെ ട്രെയിനിൽ പോലീസ് കയറി ഇവന്മാരെ ലൊക്കേറ്റ് ചെയ്തു. തൃശ്ശൂർ വന്ന് ഇറങ്ങിയപ്പോൾ തൃശ്ശൂർ നിന്ന പോലീസ് ഇവന്മാരെ എടുത്തു. അങ്ങനെ വീണ്ടും പോലീസിൻ്റെ പിടിയിലായി. അങ്ങനെ പിടിയിലായ ശേഷം ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് പോലീസ് ഈ അബിൻ ടോണി ആദ്യമേ പൂർണ്ണമായും കീഴടങ്ങി, സമസ്താപരാധവും ഏറ്റുപറഞ്ഞു. പക്ഷേ ഈ അലൻ ആള് പഠിച്ച കളറാണ്. ഇവൻ പോലീസിൻ്റെ ആദ്യമൊന്നും ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല. മാത്രമല്ല ഇവൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. കൊടുക്കുന്ന ആഹാരമൊന്നും കഴിക്കാൻ ഈ അലനൽ ആൽവിൻ തയ്യാറല്ല. ഞാൻ അലൻ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്, ആൽവിൻ. അപ്പം ആൽവിൻ തയ്യാറല്ല. അപ്പോൾ ആൽവിൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോലീസ് ബിരിയാണി മേടിച്ചു കൊടുത്തു. പോലീസിൻ്റെ അന്വേഷണത്തോട് ഇവൻ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ പോലീസിന് കാര്യം ബോധ്യപ്പെട്ടു. ഇവനാണ് ഈ ബംഗളൂരിൽ നിന്നുള്ള ഡീലർ. ബംഗളൂരിൽ നിന്ന് ഈ സാധനം ഇവിടെ എത്തിക്കുന്നതും ഇവിടെ സപ്ലൈ ചെയ്യുന്നതും ഈ ആൽവിനാണ്. നെടുപുഴ സ്വദേശി ആൽവിനാണ് ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. മാത്രമല്ല ഇവൻ പഠിക്കുന്ന കോളേജിൽ അന്വേഷിച്ചപ്പോൾ ഇവൻ അങ്ങനെ ഒരു കോളേജിൽ പഠിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന നെടുപുഴയിൽ നിന്നും അവിടെ പിന്നെ പഠിക്കാൻ വന്നിട്ടില്ല, മനക്കൊടി സ്വദേശി. അങ്ങനെ പോലീസ് ഇവനുമായിട്ട് ബംഗളൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ കൊണ്ടുപോയി തെളിവെടുക്കണമല്ലോ. ഇവനിത് എവിടെ നിന്ന് കിട്ടുന്നു, അവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കാൻ വേണ്ടി ഇവനെയും കൊണ്ട് ബംഗളൂരിലേക്ക് പോലീസ് പോയി. പോലീസ് പോയപ്പോൾ അവർ ബൈ റോഡാണ് പോകുന്നത്. അവർ ഹൊസൂരിൽ ഒരു ഒഴിഞ്ഞ മേഖലയിൽ വലിയ മതിൽക്കെട്ടും ഒക്കെയുള്ള ഒരു ഹോട്ടലിൻ്റെ 3ാമത്തെ നിലയിൽ റൂം എടുത്തു ഇവരുമായിട്ട്. എന്നിട്ട് ഇവൻ്റെ കാലിൽ വിലങ്ങിട്ടു. കട്ടിലിൻ്റെ കാലിനോട് ഇത് ബന്ധിച്ചു. കട്ടിലിൻ്റെ കാലിനോടും ബന്ധിച്ചിട്ട് പോലീസുകാർ റൂമിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ റൂമിൽ വെയിറ്റ് ചെയ്തു. ഇവനൊപ്പം 2 പേര് റൂമിൽ പോലീസുണ്ട്. പിന്നെ രാത്രി സമയമാണ്. അപ്പോൾ ഇവർ ഈ ട്രാവൽ ചെയ്ത് വന്നവരാണല്ലോ, പോലീസിനും ക്ഷീണമുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ കാലിലാണല്ലോ ബന്ധിച്ചത്. അപ്പോൾ ഇവർ കട്ടിൽ കിടന്ന് ഉറങ്ങി, ഇവൻ തറയിലും കിടന്ന് ഉറങ്ങി. ഇവൻ പോലീസിനേക്കാൾ മുമ്പേ ഉറങ്ങുന്നതായിട്ട് കാണിച്ചു. പോലീസ് അത് വിശ്വസിച്ചു. പഠിച്ച കള്ളനാണെന്ന് ഓർക്കണ്ടേ. പോലീസ് കട്ടിൽ കിടന്നുറങ്ങി, ഇവൻ കട്ടിലിൻ്റെ കാലിൽ വിലങ്ങിട്ട് അവിടെ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഈ കട്ടിലിൻ്റെ കാല് പിടിച്ച് പോക്കി. എന്നിട്ട് ഈ കണക്ട് ചെയ്തിരിക്കുന്ന വിലങ്ങിൻ്റെ ഒരു ഭാഗം ഊരിയിട്ട് അവൻ റൂം തുറന്ന് അവൻ രക്ഷപ്പെട്ടു. റൂം തുറന്ന് രക്ഷപ്പെട്ടു. പോലീസ് എണ്ണീറ്റിപ്പം ഇവൻ റൂമിലില്ല. പിന്നെ പോലീസ് ചുറ്റുപാടും നോക്കിയപ്പം ഇവൻ ഈ 3ാമത്തെ നിലയിലെ പൈപ്പിൽ പിടിച്ച് ഊർന്ന് താഴെ ഇറങ്ങുന്നു. പോലീസ് ഈ പടിക്കെട്ടൊക്കെ ഓടി താഴെ എത്തിയപ്പോഴത്തേക്ക് മതിൽ ചാടി സ്ഥലം വിട്ടിട്ട് ഇവൻ തൊട്ടടുത്ത കോളനിക്കുള്ളിൽ ഓടി കയറി.
അവൻ്റെ ബുദ്ധി ആലോചിക്കണം. ബംഗളൂരു ഹൊസൂരിലൊക്കെയാണ്. ഹൊസൂരിൽ രാത്രിയിൽ കോളനിയിലൊക്കെ ചെന്ന് പോലീസ് കയറി കഴിഞ്ഞാൽ ആ പോലീസിന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റില്ല. അവനോട് അറിയുകയും ചെയ്യാം. ഇവനിവിടെ താമസിച്ചിട്ടുണ്ടെന്നേ. ഈ ഹോട്ടലിൽ ഇവൻ താമസിച്ചിട്ടുള്ള ഹോട്ടലിലാണ് ഇവർ കൊണ്ടുപോയി പാർപ്പിച്ചത്. ഇവൻ നേരത്തെ MDMA കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അവൻ ആ കോളനിക്കുള്ളിൽ ഓടിക്കയറി കളഞ്ഞു. പോലീസ് നാട്ടുകാരും ഹൊസൂറിലെ പോലീസ് സ്റ്റേഷനിൽ ഇവനെയും കൊണ്ട് വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അങ്ങനെ ഹൊസൂറിലെ പോലീസും എല്ലാം കൂടെ ചേർന്ന് തപ്പിയിട്ടും കാര്യം നടക്കുന്നില്ല. അപ്പോൾ കേരള പോലീസ് കോളനി കയറാൻ തയ്യാറാണ്. പക്ഷേ ഹൊസൂറിലെ പോലീസ് പറഞ്ഞ് കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, വേറെ വിഷയമാവും. പിന്നെ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അത് നിയന്ത്രിക്കാൻ അവിടുത്തെ പോലീസ് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പോലീസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ ഇവനെതിരെ വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഈ കോളനിയിൽ. ആ സ്ത്രീയെ പരിചയപ്പെട്ടിട്ട് ആ രാത്രിയിൽ ആലോചിക്കണം, ആ രാത്രിയിൽ ഒരു സ്ത്രീയെ ഇവൻ പരിചയപ്പെട്ടിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ്. അയാളെ കൊണ്ട് ഇവൻ ഈ കാലിലെ വിലങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവൻ പോയ പോക്കിന് എന്ത് ചെയ്തെന്നറിയുമ്പോൾ പോലീസുകാരുടെ 3 ഫോൺ എടുത്തിട്ടോ. പോയ പോക്കിന് 3 ഫോണും കൊണ്ടാണ് ഇവൻ പോകുന്ന ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണും എടുത്ത് ഇവൻ ചീറിക്കളഞ്ഞു, ഓഫ് ചെയ്തിട്ട് ചീറിക്കളഞ്ഞു. എന്നിട്ട് ഇവൻ അവിടെ നിന്ന് സ്ഥലം വിട്ട ഇവൻ 3 ദിവസം അവിടെയൊക്കെ കറങ്ങി നടന്നു. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പല ആളുകളിൽ നിന്ന് ഫോൺ മേടിച്ച് നാട്ടിലുള്ള ഓരോരുത്തരെ വിളിച്ച് അവരെ കൊണ്ട് പൈസ ഇടിച്ചിട്ട് ഗൂഗിൾ പേ വഴി ക്യാഷ് ഇടിക്കുക, അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടിക്കുക, എന്നിട്ട് അത് മേടിക്കുക. ഇതായിരുന്നു ഇവൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ പോലീസ് തോറ്റുമടങ്ങി പോലീസ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇവൻ മാർച്ച് 30 അവൻ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. മാർച്ച് 31 ഇവൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പല ആളുകളിൽ നിന്നും ഫോൺ മേടിക്കുക, ഇങ്ങനെ വിളിക്കുക, ഇതുപോലെ പഴയ പോലെ പൈസ മേടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വളരെ വിദഗ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഏപ്രിൽ 6-ാം തീയതി ഇവൻ്റെ കൂട്ടുകാരനെ, ഇവനുമായി ബന്ധപ്പെട്ട എല്ലാ ഫോണുകളും പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പോലീസ് 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയി. ഇവൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീട് തപ്പിപ്പോയി. അവിടെ അവരെയൊന്നും ഇവൻ വിളിച്ചിട്ടില്ല, അവിടെയൊന്നും ഇവൻ ചെന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഏപ്രിൽ 6-ാം തീയതി ഇവൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് വിളിച്ചത് ഇവൻ്റെ കാമുകി, നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അവൾ വളരെ വീറും വാശിയോട് ചോദിച്ചു, എൻ്റെ ഏട്ടൻ ചാടിപ്പോയല്ലേടാ, അവന്മാരിൽ നിന്നും ചാടിപ്പോയല്ലേടാ. അപ്പോഴേ ഇവൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു നമ്പർ വന്നപ്പോഴാണ് ഈ നമ്പർ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടേതാണെന്നും അത് ഇവൻ്റെ കാമുകിയാണെന്നും അറിയുന്നത്. പിന്നെ ഈ പെണ്ണിൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ എടവണ്ണപ്പാറയിലെ ഒരു മുറുക്കാങ്കടക്കാരൻ്റെ ഫോണിൽ നിന്ന് ഈ പെണ്ണിന് ഒരു ദിവസം 2 തവണ കോള് വന്നു. ഒരു ദിവസം 2 തവണയാണ് ഈ പെണ്ണിൻ്റെ ഫോണിലേക്ക് കോള് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ മുറുക്കാങ്കടക്കാരനെ വിളിച്ചപ്പോൾ ഒരു പയ്യൻ വന്ന് എൻ്റെ ഇത് ഫോൺ മേടിച്ച് അവൻ്റെ മാമിയെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ഉറപ്പിച്ചു ഇവൻ ആ ഏരിയയിലുണ്ടെന്ന്. അങ്ങനെ ഈ ഏപ്രിൽ 7-ാം തീയതി പോലീസിൻ്റെ പ്രത്യേക ഉദ്യമം, പോലീസ് അവിടെ മൊത്തം റൗണ്ട് ചെയ്ത് വളഞ്ഞ് ആൽവിൻ സാറിനെ പിടികൂടി. അങ്ങനെ സാറിപ്പോൾ അകത്താണ്. സാർ ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിൽ വളരെ വിദഗ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായ ശേഷം പറഞ്ഞു, എന്തായാലും നിങ്ങൾ എന്നെ നാട്ടുകാരെ കാണിച്ചു, അപമാനിച്ചു, ഇനി ഈ കച്ചവടം ഞാൻ നിർത്തില്ല, ഇനിയും തുടരും, ഇനിയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സിനിമയുടെ ബാക്കി പാർട്ട് 2 ഇറക്കാൻ പറ്റുന്ന രീതിയിൽ കാമുകി കാണുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാമുകി അപ്പോഴത്തെ കല്യാണം കഴിച്ചു പോകും. കാമുകി കാരണം ഭാഗത്തായത്, കാമുകി കാരണക്കാരത്തായി. മാത്രമല്ല കാമുകിയെ തേടി പോലീസ് ചെന്നു. ചെല്ലാതിരിക്കില്ലല്ലോ, പോലീസ് തേടി ചെല്ലുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാരറിയുമല്ലോ. വീട്ടുകാരപ്പോഴേ പിടിച്ച് കെട്ടിച്ചു. കാമുകിന് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാമുകി വേറൊരു രാജ്യം വിടും ചിലപ്പം, അതും പറയാൻ പറ്റില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിനിയല്ലേ, അടങ്ങി ഇവിടുന്ന് ബാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും കാമുകിയുടെ വീറിലും വാശിയിലും ആൽവിൻ എന്ന വൻമരം കടപുഴകി വീണു. അപ്പോൾ പാർട്ട് 2 വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കഥയുമായി വീണ്ടും കാണാം. ശരി.